ഹായ് ഹലോ. അപ്പം നമ്മുടെ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരിക്കുമായിരുന്നു. അറിയാലോ നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമായിരുന്നു. എന്തായാലും ഒക്കെ നല്ല ന്യൂസാണ് വരുന്നത്. സാഹചര്യങ്ങളൊക്കെ മാറി. അപ്പോൾ വീണ്ടും കരുത്തോടുകൂടി UAE എല്ലാം റെഡി ആവട്ടെ. എനിവേ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു കാരണം, ഇനിയിപ്പം വേക്കൻസീസ് ഒക്കെ കൂടുതൽ വന്നു തുടങ്ങും. അപ്പോൾ ആദ്യമായിട്ട് ഇനിഷ്യൽ കണ്ട ഒരു വേക്കൻസി എന്ന് പറയുന്നത് ഒരു 50 പേർക്ക് ഹോം കെയർ നേഴ്സസ് ആയിട്ട് കൊണ്ടുവന്നപ്പെട്ടാണ്. അപ്പോൾ നാട്ടിൽ തന്നെ ഒടിപ്പെക്ക് എന്ന് പറയുന്ന അവരാണ് ചെയ്യുന്നത് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം ഹോം കെയറിലോട്ട് അട്രാക്ട് ചെയ്യണം നേഴ്സുമാരെ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഹോം കെയറിന് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അതോട് കേട്ടിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക വേണോ വേണ്ടയോ എന്ന കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസിഷൻ നിങ്ങളുടെയാണ്. ഇപ്പം നമുക്ക് ഇതൊരിക്കലും പറയാൻ പറ്റില്ല ഹോം കെയർസ് നല്ലതല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഒരു പ്രിഫറൻസ് ആണ് ചില സാഹചര്യങ്ങൾ കൊണ്ട്. കാരണം ഞാൻ ഇവിടെ വന്ന സമയത്തുണ്ടായ എൻ്റെ സാഹചര്യം എനിക്കറിയാം. എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ വരും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഹോം കെയർ പോകേണ്ട വരും. പക്ഷേ എന്നാൽ പോലും പോകാനിരിക്കുന്നവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുക, എന്തൊക്കെ സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത്. കാരണം നിങ്ങളെ കൊണ്ടുപോകുന്നവർ പറയത്തില്ലാത്ത കുറച്ച് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം പറയട്ടെ, ട്രാവൽ ഡിസ്റ്റൻസ്. അത് ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇവിടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയാണെങ്കിലും ഒരുപാട് എക്സ്പെൻസ് ആണ്. ട്രാവൽ എക്സ്പെൻസ് എന്ന് പറയുന്ന സംഭവം തന്നെ. അപ്പോൾ അതിനകത്ത് ഇപ്പം നിങ്ങളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നവർ നിങ്ങൾക്ക് ട്രാവലും പിന്നെ അക്കോമഡേഷനൊക്കെ തരുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ആവും. പക്ഷെ തരുന്നില്ലെന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം ആയിരിക്കും. ഇനി ഇൻ കേസ് അക്കോമഡേഷൻ തരത്തില്ല, ട്രാവൽ തരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അക്കോമഡേഷൻ ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഡ്യൂട്ടിയുള്ള ഒരു ഡ്യൂട്ടിക്ക് നിങ്ങളെ ഹോം കെയറിന് വേണ്ടി വിട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ദിവസത്തെ ഡ്യൂട്ടി അവിടെ തന്നെ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ വേറൊരു വീട്ടിലോട്ടായിരിക്കും വിടുന്നത്, അല്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസം വേറൊരു വീട്ടിലോട്ടായിരിക്കും. അപ്പം നിങ്ങളെ റിക്രൂട്ട് ചെയ്തെടുക്കുന്ന ഒരു ഏജൻസി ആണെന്നുണ്ടെങ്കിൽ, ഒരു ഹോം കെയർ നടത്തുന്ന ഏജൻസി ആണെങ്കിൽ അവർക്ക് എവിടേക്കാണോ ജോബ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഹോം കെയറിലോട്ട് നേഴ്സുമാരെ വിടണ്ടേ അങ്ങോട്ടൊക്കെ ആയിരിക്കും വിടുന്നത്. അപ്പോൾ അതൊരു കാര്യമാണ്, അത് ഫിക്സ് ആയിരിക്കത്തില്ല എന്നുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ഹോം കെയറിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസിനെ അത് സാരമായിട്ട് ബാധിക്കും. നാളെ നമുക്ക് ഹോസ്പിറ്റലിലോട്ടോ വേറൊരു ഫീൽഡിലോട്ടോ ഒന്ന് മാറി കയറണമെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. നമ്മുടെ എക്സ്പീരിയൻസിനെ ബാധിക്കും. നമുക്കൊരു ഗ്രോത്തോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. സാലറി നമുക്ക് ആദ്യം ഓഫർ ചെയ്യുന്ന സാലറി ഇപ്പം ഇതിനകത്ത് അഡ്വർടൈസ്മെന്റ് പറയുന്ന സാലറി 3500 വളരെ തുച്ഛമായിട്ടുള്ള സാലറിയാണ്. ഇവിടെ മിനിമം നേഴ്സുമാർക്കാണെന്നുണ്ടെങ്കിൽ 6000 to 7000 സാലറി ഉണ്ട് മിനിമം. ഇനി അതല്ല, ഇനി 5000 സാലറി ആണെങ്കിലും ഓക്കെ, സ്റ്റാർട്ടിങ്ങിലോട്ട് കയറാവുന്നതാണ്. പക്ഷേ ഇപ്പം ഇതൊക്കെയും സാഹചര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെയാണെന്നുള്ള മറ്റൊരു കാര്യമാണ് സെക്യൂരിറ്റി എന്നുള്ളത്. നിങ്ങൾ ഒരു ഹോം കെയറിലോട്ട് പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ ആൾക്കാർ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു നേഴ്സ് ജോലി എന്താണെന്നൊന്നും ചിലപ്പം ഒരു വീട്ടിലുള്ള ഫാമിലിക്ക് അറിയണമെന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അവർ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ അവിടുത്തെ വീട്ടുജോലി കൂടി ചെയ്യണമെന്നായിരിക്കാം. ചാൻസസ് ആണ്, പോസിബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം